നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ടാരോട്ട് ലവ് എനർജീസ് 2.0. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. അതിനു മുൻപായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. യഥാർത്ഥ ശത്രുക്കളെ ഈ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഇല്ലാത്തതിന്റെ കാരണത്താൽ ഈ വ്യക്തിയെ വേദനയും ഭയവും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഊർജമാണ് നമ്മൾ ഇന്ന് വായിക്കാനായിട്ട് പോകുന്നത്. ഈ പേഴ്സൺ തീർച്ചയായിട്ടും വളരെയധികം സങ്കടകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞുപോയ കാര്യങ്ങളും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒട്ടും തന്നെ ഈ വ്യക്തിക്ക് ഉൾക്കൊള്ളുവാനോ അതിനെ അംഗീകരിക്കുവാനോ സാധിക്കാത്ത വിധത്തിലാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ പറയുന്നത് പോലെ ക്ഷമിക്കുക, സഹിക്കുക, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ആ ഒരു കാര്യത്തിനോട് ഈ പേഴ്സണ് ഒരു തരത്തിലും യോജിക്കാൻ സാധിക്കുന്നില്ല. സ്വന്തമായി ജീവിതത്തിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്ത് അങ്ങേയറ്റം ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ തീയിൽ ചുട്ട് ചാമ്പലാക്കേണ്ടതായിട്ടുണ്ട്. അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഇത്തരം ചട്ടങ്ങളിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതിന് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വിഷമിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. ഇവിടെ ഈ വ്യക്തി കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ഇച്ഛാശക്തിയും മുന്നോട്ട് പോകാനുള്ള പോസിറ്റീവ് ഊർജവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ ശത്രുക്കളെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ശത്രുക്കളെ തിരിച്ചറിയുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അത് എല്ലാ മനുഷ്യജന്മങ്ങൾക്കും പറ്റുന്ന ഒരു കാര്യവുമല്ല. പക്ഷെ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ അത് മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ പലതരത്തിലുള്ള കുതന്ത്രങ്ങളും നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളും എല്ലാം തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ അതെല്ലാം പിന്നാമ്പുറങ്ങളിലാണെന്ന് മാത്രം. അതായത് തിരശീലയ്ക്ക് മറവിലാണ്, രഹസ്യമായിട്ടാണ്, അല്ലെങ്കിൽ വളരെയധികം മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ളതും അത്തരം കാര്യങ്ങൾ തന്നെയാണ്. മറഞ്ഞു കിടക്കുന്ന ഒരുപാട് വ്യക്തികൾ, അത് ശത്രുക്കളുടെ ഊർജം തന്നെയാണ്. ആ ശത്രുക്കൾ എന്ന് പറയുന്നത് തീർത്തും ഈ വ്യക്തിയുടെ മിത്രങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. മിത്രങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാവുകയും തന്റെ സന്തോഷത്തിലൊക്കെ ഒപ്പം പങ്കുചേരുകയും ഈ വ്യക്തിയെയും നിങ്ങളെയും വളരെയധികം സ്നേഹിക്കുകയും, അതായത് സ്നേഹം അഭിനയിക്കുകയും അല്ലെങ്കിൽ വളരെയധികം സ്നേഹബന്ധമാണ് എന്നുള്ളത് വരുത്തി തീർക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തികളെയാണ് നമുക്കിവിടെ ശത്രുസ്ഥാനത്ത് കാണുവാനായി സാധിക്കുന്നത്. ഈ ശത്രു സ്ഥാനത്ത് ഇത്തരം വ്യക്തികളെ കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് തീർത്തും ഈ പേഴ്സണ് ഇവരെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞതോടുകൂടി വളരെയധികം ദൃഢമായിട്ടുള്ള തീരുമാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയെങ്കിലും ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ചിന്തനങ്ങളിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം ഈ വ്യക്തിയെ ബന്ധിച്ചിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും തന്ത്രപൂർവം അകറ്റി മാറ്റിയിരിക്കുകയായിരുന്നു. ഇവിടെ പല സാഹചര്യങ്ങളും നിങ്ങൾക്കിടയിൽ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾ രണ്ടുപേരും ഉത്തരവാദികളല്ല. അത് തീർത്തും ശത്രുക്കളിൽ നിന്നും വന്നിട്ടുള്ള ഓരോ ഉപദ്രവങ്ങൾ തന്നെയാണ്. ഇവിടെ അത് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനോ തുറന്നു സംസാരിക്കാനോ തുനിഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അത്രമേൽ അകന്നു പോയിരുന്നു. നിങ്ങൾ പോലും വിചാരിക്കാതെയാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിടയിൽ ഇത്തരം രൂപമാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്, അകൽച്ചകൾ ഉണ്ടായിട്ടുള്ളത്. അതിനെല്ലാം തന്നെ വലിച്ച് കത്തിച്ചു കളയുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതത്തിന് അത്രമേൽ പ്രൊട്ടക്ഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള ചിന്താഗതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ ഈ വ്യക്തിയുടെ രാശിപ്രകാരം തീയുടെയും വായുവിന്റെയും ഊർജമാണ് ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്നത്. തീ എന്ന് പറയുന്നതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ചാരമാക്കുവാനും ഭസ്മമാക്കുവാനും, അതുപോലെ വായുവിന്റെ ഒരു ഊർജം എന്ന് പറയുന്നത് വേഗതയെയുമാണ് സൂചിപ്പിക്കുന്നത്. വേഗതയെയും അതുപോലെ സ്വാതന്ത്ര്യത്തെയും സൂചിപ്പിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയിൽ വന്നു ചേർന്നിട്ടുള്ള എനർജി എന്ന് പറയുന്നത് തീയും വായുവും തന്നെയാണ്. ഈ ഒരു ഊർജം നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിച്ചുവെന്ന് വരാം. നിങ്ങളിലേക്കും ഈ ഒരു എനർജി വന്നുവെന്ന് വരാം, അല്ലെങ്കിൽ ഇതിനോടകം വന്നിട്ടുണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ശത്രുക്കളെ നല്ല രീതിയിൽ തന്നെ നോക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ വേദനിക്കുകയും പേടിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തതിനാലാണ്. കാരണം എപ്പോഴൊക്കെയാണ് ഈ ഒരു പ്രണയബന്ധം നിന്നു പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തിക്ക് ഓർക്കാൻ പോലും സാധിക്കുന്നില്ല. എങ്കിൽ പോലും ഒരു ദുസ്വപ്നം പോലെയും പേടിപ്പിക്കുന്ന മറ്റു പല കാര്യങ്ങളിലൂടെയും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇത്തരം കാര്യങ്ങൾ വന്നു ചേരുന്നതായി നമുക്കിവിടെ കാണാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം ചിന്താകുലനായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ അത്രയും അധികം ആങ്സൈറ്റിയോട് കൂടി നിൽക്കുകയാണ്. ആശങ്ക അത്രയും അധികം നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് ഈ വ്യക്തിയുടെ മനസ്സിലൂടെ. ഇവിടെ നല്ലൊരു കാലത്തിനായി ഈ വ്യക്തി കാത്തിരിക്കുന്നു. കാരണം ഇവിടെ നിങ്ങളുമായിട്ട് നേരിട്ട് കാണുവാനോ സംസാരിക്കുവാനോ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ അതിശക്തമായി കാണുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരിക്കലും കൂടാൻ പറ്റാത്ത വിധത്തിൽ അത്രയും അധികം മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ച് സംഭവ വികാസങ്ങൾ നടന്ന് നിങ്ങൾ രണ്ടുപേരും അത്രയും അകന്നു പോയിട്ടുണ്ടാകാം. ഇതൊരിക്കലും നിങ്ങൾ സ്വന്തമായി ചെയ്തതല്ല, സ്വന്തം തീരുമാനത്തോടു കൂടി ചെയ്തതും അല്ല. മറ്റുള്ളവരുടെ സാന്നിധ്യം കൊണ്ടും ശക്തമായിട്ടുള്ള സാന്നിധ്യം കൊണ്ടും അവരുടെ ഫോക്കസ് കൊണ്ടും, അല്ലെങ്കിൽ അവർ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ വിനിയോഗപ്പെടുത്തി എന്നാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നത്. ഇവിടെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഊർജം, അല്ലെങ്കിൽ ഇനിയൊരു പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചേഞ്ച് ആണ് കാണിക്കുന്നത്. അതും ഇന്റൻഷനിലൂടെയാണ് ആ ഒരു വ്യത്യാസം ഈ വ്യക്തിയിലേക്ക് വരുന്നത്. പൊട്ടൻഷ്യൽ എനർജി വരിക എന്ന് പറയുന്നതും അവനവന് ഇനി എന്തൊക്കെയാണ് ഇനി ഉള്ളത്, എന്തൊക്കെ ചെയ്താലാണ് അവനവന്റെ സ്വന്തം ജീവിതം ഇനി പുതുക്കിയെടുക്കാൻ സാധിക്കുന്നത്, അങ്ങനെ സാധ്യതകളിലേക്ക് പോകുന്ന ഊർജത്തെയാണ് നമ്മൾക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. സ്വന്തമായി കഴിവുകളും തിരിച്ചറിവുകളും സാധ്യതകളും വാതിലുകളും എല്ലാം ഉണ്ടായിട്ട് പോലും അതിലേക്കൊന്നും നോക്കാതെ സാധ്യതയില്ലായ്മയെയും ഇരുട്ടിനെയും ഒരു തരത്തിലുള്ള പോസിറ്റീവ് എനർജിയും ഇല്ലാത്ത സ്ഥലത്തേക്കാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയിലേക്ക് വായുവും തീയും വരുന്നത് കൊണ്ട് തന്നെ അതിലൂടെ സ്വന്തമായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കുവാനും സ്വന്തം ഊർജം വളരെയധികം ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ നിങ്ങളിലേക്ക് വലിയൊരു വ്യത്യാസം കടന്നു വരുന്നു. അതുപോലെ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയും വളരെയധികം അത്രയും നല്ലൊരു പരിപൂർണതയിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ തീർത്തും നിങ്ങൾ എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ ഉദ്ദേശം, അല്ലാതെ മറ്റൊന്നും തന്നെയില്ല. അതിനായി നല്ലൊരു കാലഘട്ടത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതോ സംസാരിക്കുന്നതോ അത്ര നല്ലതല്ല, അത്ര സേഫ് അല്ല എന്നുള്ളത് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ കാത്തിരിക്കുന്നതാണ്, തക്കം പാത്ത് നിൽക്കുന്നതാണ്, തൻ്റെ ഇരയെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന വലിയൊരു മൃഗത്തെ പോലെ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇന്നത്തെ മാലാഖമാരുടെ ഊർജം ലഭിച്ചിട്ടുള്ളത് നോ നീഡ് ടു വെറി ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ അൺലൈക്ലി ആണ്. ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ ഇതുവരെയും നടന്നിട്ടുള്ളത്. നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചതോ സ്വപ്നം കണ്ടതോ മനസ്സിൽ കുറിച്ചിട്ടതോ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല. അതിന്റെ നേരെ വിപരീതമാണ് എപ്പോഴും സംഭവിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട, നല്ല രീതിയിൽ തന്നെ ആകും എന്നാണ് മാലാഖമാർ പറയുന്നത്. അധികം വൈകാതെ തന്നെ ഈ പ്രണയബന്ധത്തിലേക്ക് ധാരാളം അനുഗ്രഹങ്ങളാണ് കോരിച്ചൊരിയുവാൻ പോകുന്നത്. അത് ഏത് സാഹചര്യത്തിലാണ്, ആരിൽ നിന്നുമാണ്, ഏതൊക്കെ വഴിയിലൂടെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെങ്കിൽ പോലും പ്രപഞ്ചശക്തി നിങ്ങളെയെല്ലാം കാത്തു സൂക്ഷിക്കുന്നുണ്ട്, നിങ്ങളെയെല്ലാം നല്ല രീതിയിൽ തന്നെ വഴി തെളിയിക്കുന്നുണ്ട്. അതുമാത്രമല്ല വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് അടുത്തതായിട്ട് മാലാഖമാരുടെ പ്രവചനം.
അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തിൽ നിന്നും എന്തൊക്കെയോ കാര്യമായിട്ടുള്ള ഒരു വിശദാംശങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അത് ഏറ്റവും കൂടുതൽ ഒരു അനുഗ്രഹമായും നിങ്ങളെ സന്തോഷപ്പെടുത്തുന്നതും ആയിരിക്കും. അതിലൂടെ ഒരുപാട് വ്യത്യാസമാണ് ഈ പ്രണയബന്ധത്തിലേക്ക് വന്ന് ചേക്കേറുവാൻ പോകുന്നത്. തീർച്ചയായിട്ടും കാലത്തിനൊത്ത് സഞ്ചരിക്കണം എന്നുള്ള ചിന്താഗതിയോട് കൂടി ഈ പേഴ്സൺ അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം ഇത് പോസിറ്റിവിറ്റിയിലേക്കും സാധ്യതകളിലേക്കും വിജയത്തിലേക്കും കൊണ്ടുപോയി എത്തിക്കാൻ സാധിക്കുന്നുവോ അത്രമാത്രം പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള വാശിയോടെയും സ്നേഹത്തോടെയും തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല മഴ പെയ്യുമ്പോൾ കുട പിടിച്ച് നമ്മൾ നിൽക്കുന്നത് പോലെ ഒരു കുടയായി തന്നെ പ്രൊട്ടക്ഷൻ ഊർജത്തോടു കൂടി ഈ പേഴ്സൺ ഈ പ്രണയബന്ധത്തെ കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പരിശുദ്ധമായ സ്നേഹത്തെയും. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യമില്ലാത്തത് എപ്പോഴും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേദനയും പേടിയും തന്നെയാണ്. എപ്പോഴാണ് നിങ്ങളുടെ മനസ്സ് മാറുന്നത്? ഈ പ്രണയബന്ധത്തിൽ ഇനിയൊരു സാധ്യത ഉണ്ടാവുകയില്ലേ എന്നിങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന ചില ചോദ്യങ്ങളും ചിന്തകളും ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ചില ഫീലിങ്സ് ഒക്കെ ഈ വ്യക്തിക്ക് പുറത്തു പറയാൻ പോലും പറ്റാത്ത വേദനയിലാണ് കടിച്ചമർത്തുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.